ഇപ്പോൾ ഒരു പയ്യൻ അയാൾ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. ഈത്തപ്പഴ കച്ചവടമാണ് അവിടെ ഉള്ളത്. അവിടെ സെയിൽസ്മാനാണ്. അപ്പോൾ അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ അയാൾ വല്ലാത്തൊരു മനോവിഷമത്തില്ല, പ്രത്യേകിച്ച് റമദാൻ മാസം കൂടിയാണ്. അപ്പോൾ അയാളുടെ ഹഫീലും അതുപോലെ അയാളുടെ മാനേജറും ഒക്കെ അയാളെ വല്ലാതെ നിർബന്ധിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ മുന്നിൽ പുതിയത് വെച്ചിട്ട് കൊടുക്കുമ്പോൾ പഴയ സാധനം സെക്കൻഡ് ക്വാളിറ്റി സാധനം കൊടുക്കണം. അപ്പോൾ ഇതൊരു വിശ്വാസവഞ്ചനയാണ്. അപ്പോൾ ഒരു അമാനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിത് തുടരണോ? ഇപ്പോൾ ചോദിക്കണം, ഞാനിത് തുടരണോ? ഈ വിഷയത്തിൽ എന്താ വെച്ചാൽ നമുക്ക് ഒരു മതപരമായ ഒരു ശരീഅത്തിൻ്റെ നിയമത്തിൽ നിന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം തന്നെ വിൽക്കുന്ന ഒരാൾ അടുക്ക് ചെന്നു. അപ്പോൾ അയാൾ ഈത്തപ്പഴം ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൾ എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ പുറത്ത് ഉണങ്ങിയതായിട്ട് കാണുന്നത്, ഉള്ളിൽ മുഴുവൻ എന്താണ് നനഞ്ഞതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖശ ഫലൈസ മിന്നാണ്, ഇങ്ങനെ വഞ്ചന കാണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ ഗൗരവമുള്ള പ്രയോഗമാണ്. അപ്പോൾ ഈ കച്ചവടത്തിൽ കാണിക്കുന്ന കൃത്രിമത്വങ്ങൾ ഇസ്ലാം വളരെ ശക്തമായി വിരോധിച്ച കാര്യമാണ്. അതാണ് ഈ വൈലുൻ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലൻ നാസി യസ്തൗഫു എന്ന് പറയുന്നത്. അതായത് അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. അതിൽ ഈ തത്തഫീഫ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കുറക്കണുള്ളൂ. മുത്തഫിഫ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കുറക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്ര കുറച്ച് കുറക്കുന്നവർക്ക് പോലും എന്താണ് അലാ യളുന്നു ഉലായി കാന്നകുമ്പോൾ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിക്കണില്ലേ എന്ന് പറഞ്ഞാൽ പരലോകത്ത് ഇവർ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അത്ര ഗൗരവമാണ് അല്ലേ. അതേപോലെ തന്നെ മനിക്തത, ഒരാൾ ഒരു മുസ്ലിമിൻ്റെ എന്തെങ്കിലും വസ്തുക്കൾ എന്ത് ചെയ്യാണ് ഇങ്ങനെ കൈവശപ്പെടുത്തുകയാണെങ്കിൽ അവന് നരകം നിർബന്ധമായി എന്നാണ്, സ്വർഗം നിഷിദ്ധമായി എന്നാണ്. അപ്പോൾ ഇത്തരം ചില ആശയങ്ങളായിരിക്കും ഈ സുഹൃത്തിന് എന്താണ് ഇത്രമാത്രം മാനസികമായ ഒരു കുറ്റബോധത്തിലേക്ക് എത്തിക്കണം, മനസ്സാക്ഷി കുത്തുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ആ കൃത്രിമത്വത്തിന് നമ്മൾ പൂർണ്ണമായിട്ടും കൂട്ടു നിൽക്കണ്ടേ. ഇപ്പോൾ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഈ കൃത്രിമത്വം കാണിക്കുന്നത് നമ്മളാണല്ലോ. ഈ വരുന്ന കസ്റ്റമർക്ക് നല്ല ഈത്തപ്പഴം കാണിച്ചു കൊടുത്തിട്ട് മറ്റത് ഇത് നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ് മറ്റു കൊടുക്കുമ്പോൾ അത് ആ പ്രക്രിയ നടത്തുന്നത് ഇദ്ദേഹമാണല്ലോ. അപ്പോൾ എന്തായിരുന്നാലും ആ ജോലി അദ്ദേഹത്തിന് തുടരാൻ പറ്റിയ ഒരു ജോലി അല്ല. പിന്നെ ഗൾഫ് പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ തൽക്കാലം ഒരു ജോലിയിൽ ചെന്ന് കുടുങ്ങിയ സ്ഥിതിക്ക് എന്ത് ചെയ്യണം, അദ്ദേഹം ഒരു നിശ്ചിത അവധി തീരുമാനിക്കും. ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് മറ്റൊരു ജോലിയിലേക്ക് മാറാൻ പറ്റുമോ എന്ന് ഞാൻ എന്ത് ചെയ്യും, ശ്രമിക്കും. അതിന് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ തൽക്കാലം ഈ ജോലി അവസാനിപ്പിച്ച് എൻ്റെ നാട്ടിലേക്ക് പോകുമെന്ന് വിചാരിക്കുക. പെട്ടെന്ന് തീരുമാനിക്കേണ്ട. അപ്പോൾ അതിലുള്ളൊരു സാവകാശം എടുത്തിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹം ജോലി മാറാൻ പരിശ്രമിക്കണം. കാരണം ഇത് ഗൗരവമായ ഒരു കാര്യമാണ്. ഇപ്പോൾ സാധാരണ എന്നെ താടി വെക്കാൻ എന്നെ സമ്മതിക്കുന്നില്ല എൻ്റെ കമ്പനിയിൽ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ പോലും പണ്ഡിതന്മാർ പറയാം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന അനുസരിക്കാൻ അനുവദിക്കണില്ലെങ്കിൽ നിങ്ങൾ ആ ജോലി ഉപേക്ഷിക്കണം എന്നാണ് എന്ത് ചെയ്യുക പണ്ഡിതന്മാർ. അങ്ങനെ പറയുമ്പോൾ ഇത് നേർക്കുനേരെ ഓരോ കസ്റ്റമറെയും വഞ്ചിക്കുന്ന ഒരു ഏർപ്പാടാണ്. അപ്പം നമ്മളിപ്പോൾ ഈ കച്ചവടം ചെയ്യണം എന്തിനാണ്, എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായി മെച്ചപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകാനാണ്. പക്ഷെ ഒരിക്കലും സംഭവിക്കില്ല. മുഹക്കത്ത് ബർക്കത്ത് പോകുന്നതാണ്. അതിനിപ്പോൾ ഇതിന് സ്വതക്കാവ പയ്യന അവരുടെ കച്ചവടത്തിൽ സത്യസന്ധത പാലിക്കുകയും സുതാര്യത ഉണ്ടാവുകയും ചെയ്താൽ എന്ത് ചെയ്യും, അവർക്ക് ബർക്കത്ത് കിട്ടും. അല്ലെങ്കിൽ ബർക്കത്ത് പോകുക പറഞ്ഞാൽ എന്തായാലും ഇയാൾക്ക് ഇതൊരു വെറും അധ്വാനമായിരിക്കും. ചിലപ്പോൾ കുറച്ച് പൈസക്ക് പേരുണ്ടായിരിക്കും. ആ പൈസക്ക് അയാൾക്ക് എന്ത് ചെയ്യും, വേറെ വഴിക്കാൻ നഷ്ടപ്പെട്ടു. ഒരു ഗുണമുണ്ടാവില്ല. ഒരു വിശ്വാസമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു വെറും പണിയാണ് ഈ ചെയ്യാൻ പോകുന്നത്. പരലോകത്ത് അതിൻ്റെ കുറ്റം ഉണ്ടായിരിക്കും.